ബാലമാമൊന്ന് എന്നെ ദേ അച്ഛനെയും ചിറ്റയൊന്ന് നോക്കിയേ. അവരുടെ മുഖത്ത് തെളിച്ചം കണ്ടോ? അത് കാണാനാ ഞാൻ ഇത്രയും പറഞ്ഞത്. എനിക്ക് മനസ്സിലായില്ല മോളെ. മനസ്സിലാക്കി തരാം. കല്യാണി, നീ അതിങ്ങ എടുത്ത്. ഇതെന്തോന്ന് ബാലമാഷ് തുണിക്കച്ചവടം തുടങ്ങാൻ പോണ? എന്റെ ജാതകയോഗം കേൾക്കണ്ടേ ബാലമാമയ്ക്ക്? മനുഷ്യ, നിങ്ങൾ ഈ ജാതകം ഇവിടുന്ന് എടുത്ത് മാറ്റുന്നുണ്ടോ? ഇതെങ്ങാനും അവളുടെ കണ്ണിപ്പെട്ട തീർന്നു. ഇങ്ങെടുത്തതാ, ഞാൻ കത്തിച്ച് കളഞ്ഞേക്കാം. നീ എന്നറങ്ങ, ഞാൻ എടുത്തു തരാം. അവളുടെ ഈ ജാതകത്തിൽ പറഞ്ഞിരിക്കുന്നതേ ചെന്ന് കേറുന്നിടത്ത് ഐശ്വര്യം വിളങ്ങുമെന്നാ. ഇത് അടുപ്പി കിടക്കട്ടെ. ഇനി അവക്ക് നമ്മൾ ഉണ്ടാക്കിയ ജാതകം മാത്രം മതി. നിങ്ങളുടെ അളിയനും എല്ലാവരും ഇത് വിശ്വസിച്ചിരിക്കുകയല്ലേ? ഇനി എല്ലാവരും നമ്മുടെ കള്ളജാതകം വിശ്വസിച്ചാ മതി. ഇത് ഓഫ് ചെയ്തില്ലായിരുന്നോ? മൈക്കിന്റെ റെക്കോർഡിംഗ് ഓഫ് ചെയ്യാൻ കല്യാണി മറന്നു. അങ്ങനെ പൊളിഞ്ഞതാ അച്ഛന്റെയും ചിറ്റയുടെയും പ്ലാൻ. എന്തായി കാണിക്കുന്നത്? പറ്റിയോ? താനൊരു മനുഷ്യനാണോ? മക്കളെ, നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങളെ ഇവൻ എന്തും ചെയ്യാൻ മടിക്കില്ല. കണ്ണു ചൊരയില്ലാത്ത അനവരാധിയാവൻ. നിങ്ങൾ അകത്ത് പോ. ശാന്തപ്പ, ഇവര് രണ്ടുപേരും തന്റെ മക്കളാ. സ്നേഹവും സംരക്ഷണവും കൊടുത്ത് വളർത്തുന്ന പ്രായ ഇവർക്ക്. എന്ത് തെറ്റാണോ ഈ കുട്ടികൾ തന്നോട് ചെയ്തത്? ശാന്തപ്പ, ഞാൻ ഒരു കാര്യം കൂടി പറയാം. 19-ാം തീയതി എന്റെ മകനും ചാരും തമ്മിലുള്ള കല്യാണ. ഇനി അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. അതെങ്ങാനും മുടക്കാൻ വന്നാൽ ശാന്തപ്പ, ഇമാതിരി തൊട്ടിത്തരം തന്റെ ചോരയിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ സ്വന്തം മോളോട് ഇത് വേണ്ട. പണിക്കരെ, നിർത്തിട്ട് വാ. ഓത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ല. ശാന്തപ്പനല്ല, ഭ്രാന്തപ്പനാ. ഗോവിന്ദ, നിനക്ക് വല്ലതും പറ്റുഴപ്പമില്ല. വല നിങ്ങൾ എന്താ ചെയ്യാൻ പോയത്? ഈ വെള്ളത്തിൽ മുക്കി കൊല്ലുവോ? അതോ എന്റെ അമ്മയെ കെട്ടി തൂക്കിയ പോലെ ഇവളെയും ചെയ്യോ? മുന്നിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. എന്താന്ന് വെച്ച് ചെയ്. നിങ്ങക്ക് കൊന്നല്ലേ ശീലമുള്ളൂ, വളർത്തി ശീലമില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുള്ള വീട്ടില് സമാധാനത്തോടെ എങ്ങനെയാ ഉറങ്ങുക? സംരക്ഷിക്കേണ്ടവർ തന്നെ പേടിച്ച് മുറിയും ജനലും വാതിലും കുറ്റിയിട്ട് ഓരോ അനക്കം കേൾക്കുമ്പോഴും ഞെട്ടി എഴുന്നേറ്റ് പിന്നെ ഉറക്കം വരാതെ നേരം വെളുപ്പിക്കേണ്ട ഗതികേടാ ഞങ്ങൾക്കിപ്പോ. പേടിയാ ഞങ്ങൾക്ക് അച്ഛന്. വാ മോളെ.
ചന്നുള്ള വിളി കേട്ടപ്പോ ഉള്ളിലൊരു പൊള്ളല് തോന്നുന്നുണ്ടല്ലേ? എന്റെ അമ്മ ഇല്ലാതായത് മുതൽ നിങ്ങൾ ഞാനങ്ങനെ വിളിച്ചിട്ടില്ല. കുഞ്ഞുനാള് മുതൽ ഞാൻ അനുഭവിച്ച എന്തൊക്കെയാ നിങ്ങൾക്ക് അറിയോ? എന്റെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങളോട് ഞാൻ ചോദിച്ചേ, നിങ്ങൾക്കിവിടെ ഞാൻ എന്തെങ്കിലും കുറവ് വരുത്തിയിട്ടുണ്ടോ? ഓരോ ദിവസവും കച്ചവടം കഴിഞ്ഞു വന്ന് അന്ന് കിട്ടിയതിന്റെ ഒരു പങ്ക് നിങ്ങളുടെ അലക്കി തൂക്കിയിട്ടിരിക്കുന്ന ഷർട്ടിന്റെ പോക്കറ്റിൽ ഞാൻ വെക്കാറില്ലേ? ഇവരാരും അറിയാതെ അത് നിങ്ങൾക്കും അറിയാം. ഒരു ദിവസം പോലും ഞാൻ ഇതിനൊരു മാറ്റം വരുത്തിയിട്ടുണ്ടോ? ഉണ്ടോന്ന്? നിങ്ങൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സ്ഥലത്ത് ഞാനല്ല ചെയ്യുന്നത്. കല്യാണിക്ക് IFS എടുക്കണമെന്ന് ആഗ്രഹം, അത് നിങ്ങൾക്ക് അറിയോ? അറിയില്ലല്ലോ. കല്യാണിയുടെ പഠിപ്പിന് വേണ്ടി ഞാൻ കൂട്ടിവെക്കുന്ന കാശിന്ന് നിങ്ങൾ 500-1000 എടുത്തോണ്ട് പോകുന്നൊക്കെ ഞാൻ അറിയാറുണ്ട്. നിങ്ങളോട് ഞാൻ എന്തേലും ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്റെ ഒരു ചെരുപ്പ് പൊട്ടിയ പുതിയതൊന്നും വാങ്ങിക്കാതെ തുന്നിച്ച് ഞാനത് വീണ്ടും ഉപയോഗിക്കും. എന്തിനു വേണ്ടിയാ? അത്രയും കാശ് സ്വരക്കൂട്ടി വെക്കാൻ നിങ്ങൾക്ക് വേണ്ടി. ഓരോ വർഷവും ഓണോ വിഷോ എന്താഘോഷം വന്നാലും ഞാൻ നിങ്ങൾക്ക് കോടിയെടുത്ത് തരാറില്ല. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടോ, മോളെ നിനക്ക് വാങ്ങിയോന്ന്? ഉണ്ടോ ചേച്ചേ? എനിക്ക് വേണ്ടി ഞാൻ ഇതുവരെ ജീവിച്ചിട്ടില്ല. നിങ്ങളുടെ മോളല്ല ഞാൻ. എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എന്ത് തെറ്റല്ല നിങ്ങളോട് ചെയ്ത്? അമ്മയോട് ചെയ്ത പോലെ എന്നോട് വേണമെങ്കിൽ ചെയ്തോ. പക്ഷെ ഇവിടെ എന്റെ കല്യാണി വെറുതെ വിടണം ചേച്ചി. എത്ര കഷ്ടപ്പെട്ടവരൊന്ന് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നറിയാവോ? എന്നിട്ട് ചിറ്റപ്പനും അപ്പച്ചനും എല്ലാം നശിപ്പിച്ചില്ലേ? ആ കുന്ത്രണ്ടത്തെ റെക്കോർഡിംഗ് ആവുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. ദേ എല്ലാം നശിപ്പിച്ചിട്ട് ഇവിടെ വന്നിരുന്ന ന്യായം പറഞ്ഞോണ്ടല്ലോ. ഇനി ആര് വിചാരിച്ചൊരു കല്യാണം പൊളിക്കാൻ പറ്റത്തില്ലല്ലോ. പൊന്നുവനെ നീ ഒന്ന് സമാധാനപ്പെടാ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാടാ. എന്തോ വഴി ഉണ്ടാക്കാനാ ഇനി? പറ, എന്തോ വഴി ഉണ്ടാക്കാനാ? ദേ ചിറ്റപ്പ, എനിക്ക് ചാരുവിനെ വേണം. അതിന് നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഏതാ ചെയ്യണമെന്ന് എനിക്കറിയേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ? എനിക്ക് അവളുടെ കഴുത്തി താലി കെട്ടിയേ പറ്റത്തുള്ളൂ. ഇനി അതിനുള്ള വഴി കണ്ടുപിടിച്ചിട്ട് വന്നാൽ മതി എന്റെ മുമ്പിലോട്ട്. ഉറപ്പാണോ? ആ ഉറപ്പാ. എന്നാ ഞാൻ ഒരെണ്ണം അടിച്ചോട്ടെ? വേണ്ടെങ്കിൽ വേണ്ട, അടിക്കുന്നില്ല. ഇനി വഴി കണ്ടുപിടിച്ചിട്ട് ഞാൻ നിന്റെ മുമ്പിലേക്ക് വരുള്ളൂ.